നമ്മളിപ്പോൾ ആലുവ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ്. പരബ്രഹ്മ ക്ഷേത്രത്തിന് മുന്നിൽ ആ ക്ഷേത്രത്തിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണ്. തീർച്ചയായിട്ടും ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നമുക്ക് ഇവിടെ പുറത്ത് നിന്ന് തൊഴാൻ മാത്രമേ സാധിക്കൂ. കുറച്ചും കൂടി അകത്തോട്ട് കയറാം, കാരണം ഷർട്ട് ഇട്ടിരിക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി അകത്തോട്ട് കയറാം. അല്ലാതെ നമുക്ക് ശ്രീകോവിലിനകത്തേക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ എനിക്ക് ഒരു ആളിനെ പരിചയപ്പെടാൻ, അങ്ങനെ ഈശ്വരകുമാർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിന് ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് ഓർമ്മകൾ, അനുഭവങ്ങൾ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. താങ്കൾ എത്ര വയസ്സിലാണ്, എത്ര വർഷം മുമ്പാണ് ഈ ക്ഷേത്രത്തിലെത്തിയത്? ഞാൻ എൻ്റെ 9ാമത്തെ വയസ്സിൽ. 9ാമത്തെ വയസ്സിൽ ഇവിടെ എത്തിയതാ? അച്ഛൻ്റെ കൂടെ ആദ്യമായിട്ട് ഈ മണപ്പുറത്ത് എത്തിയത്. എന്താണ് അങ്ങനെ എത്താൻ ഒരു സാഹചര്യം എന്തായിരുന്നു? അന്ന് അച്ഛൻ മണപ്പുറത്ത് സ്ഥിരം പോകുന്ന ആളാണ്, തൊഴാൻ വരുന്ന ഒരാളാണ്. അങ്ങനെ ഞങ്ങളെ 7 മക്കളായിരുന്നു, 6 ആണും 1 പെണ്ണും. അപ്പോൾ ഞങ്ങളെ ഇവിടെ കൊണ്ടുവരും. അന്ന് മേളിൽ ആ നടയുടെ അവിടെ വലിയൊരു ആലുണ്ടാവും. ആ ആലിൻ്റെ ചുവട്ടിൽ ഞങ്ങളെ ഇരുത്തി വിശ്രമിക്കുകയും ചായ മേടിച്ചൊക്കെ തരുമായിരുന്നു. അങ്ങനെ ആ കാലത്താണ് ഇവിടെ നദി സിനിമ ഷൂട്ട് ചെയ്യാൻ വന്നത്. അതെ, അതാണ് താങ്കൾ അങ്ങനെ ഒരു അനുഭവം പറഞ്ഞല്ലോ. അതായത് നദി സിനിമ ഷൂട്ട് ചെയ്ത കാലഘട്ടം കുട്ടിക്കാലത്ത് താങ്കൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മകളുണ്ടല്ലോ. ആ 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകുന്നൊരു പാട്ടുണ്ടല്ലോ. ആ പാട്ടൊക്കെ ഇവിടെ വെച്ചായിരിക്കും ചിത്രീകരിച്ചിട്ടുള്ളല്ലേ? മുഴുവൻ ചിത്രീകരിച്ച നടയാണ്. ഏതാണ് ആ കാണുന്നത്? അത് അല്ലേ, ആ ബോട്ട് കിടക്കുന്നത്. പറഞ്ഞോളൂ. വെജിറ്റബിൾ തോട്ടമാക്കി മാറ്റി. അതായത് ആ ബോട്ട് കിടക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ ഈ 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകുന്നുള്ള പാട്ട് ചിത്രീകരിച്ചതല്ലേ? ആ നടയിലിരുന്നാണ് ആ ഗായകൻ, ആ നടൻ പാടിയത്. അപ്പോൾ അത് എത്ര ദിവസം കൊണ്ടാണ് ഇവിടെ ഷൂട്ട് ചെയ്തത്? ഇവിടെ 17 ദിവസം ഉണ്ടായിരുന്നു. വയലാർ ശരത്ചന്ദ്രവർമ്മ ഉണ്ടായിരുന്ന കാലത്ത്, വയലാർ രാമവർമ്മ ഉണ്ടായിരുന്ന കാലത്ത് ശരത്ചന്ദ്രവർമ്മയുടെ അച്ഛൻ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം കൂടെ കൂടിയിരുന്നാണ് ഈ പാട്ട് ഇവിടെ ഷൂട്ട് ചെയ്തത്. അന്ന് ഈ പറയുന്ന കാടൊക്കെ ഉണ്ടായിരുന്നോ ഈ തീരത്ത്? ഇല്ല. അന്ന് ഈ ജലാശയം ഇതുപോലെ ആയിരുന്നു? ജലാശയം വളരെ ശുദ്ധവും മണലും ജലവും കൂടെ ഒരുപോലെ കിടന്നൊരു ഇതായിരുന്നു. അപ്പൊ നടന്നു പോകാമായിരുന്നു അല്ലേ? അതൊന്നും നടന്നാണ് ആൾക്കാർ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരുന്നത്. അത് എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്? അതോ എല്ലാ കാലഘട്ടത്തിലും. ഇപ്പൊ ഒരു 40 വർഷങ്ങളായിട്ട് ആണ് ഈ കടത്ത് വെള്ളം ഇതെല്ലാം വന്നതും ആളുകൾ പുഴ താണുപോയി. പിന്നെ ഇതിൽ നടക്കാൻ പറ്റാതെയായി. പിന്നെ ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ മൊത്തം തന്നെ ഇപ്പം അലമ്പാണ്. അല്ല, അന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ ആൾക്കാർ എങ്ങനെയായിരുന്നു? അവിടെ ഷൂട്ടും കാണാൻ ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു. തന്നെ വന്നുകൊണ്ടിരുന്നു. കോട്ടക്കാട്ടുകരയിൽ നിന്ന് ഇളവള വന്നുകൊണ്ടിരുന്നു. അപ്പുറത്തുനിന്നുള്ള ആൾക്കാരെല്ലാം ഈ പുഴ നടന്നാ വന്നുകൊണ്ടിരുന്നു. അത് ശരി. എന്നൊക്കെ ഇതുപോലെ. എന്നിട്ട് ഇതുവഴി ഈ പുഴയിൽ കൂടെ തന്നെ കടന്നു പോയിട്ട് ആ ഷൂട്ട് കാണുമായിരുന്നു? നടന്നു പോയായിരുന്നു. ആണല്ലേ? നടന്നക്കരെ പോയായിരുന്നു. അപ്പോൾ ഒരു നല്ല അനുഭവമാണ്. അത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും സിനിമ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടോ? ധാരാളം സിനിമ ഒന്ന് കാണും അല്ലേ? ധാരാളം സിനിമ കഴിഞ്ഞ അതിന്റെ മുമ്പിലത്തെ ആഴ്ച മറ്റേ സീരിയൽ തന്നെ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തു അവിടെ. അപരീത ദർപ്പണം നടത്തുന്നതിന്റെ അവിടെ. അതുകൂടാതെ ദിലീപിന്റെ അനിയൻ പിടിച്ചൊരു പടം, നിർമ്മാണം ചെയ്തൊരു പടം, നമ്മളെ ഹരിശ്രീ അശോകന്റെ മകനെ വെച്ചിട്ടൊരു പടം, മണപ്പുറത്തിന്റെ വടക്ക് ഭാഗത്തെ ആ കാണുന്ന സ്റ്റേജിന്റെ ആ ഭാഗത്തായിരുന്നു ആ ഷൂട്ട്. അത് ഏതാണ്ട് 10-20 ദിവസം അതുണ്ടായിരുന്നു.
നല്ല രീതിയിലുള്ളൊരു പടമായി. താങ്കൾക്ക് ഈ ഏകദേശം 6 വയസ്സ് മുതൽ എന്നല്ലേ പറഞ്ഞു, അത് 9 വയസ്സ് 9 വയസ്സ് മുതൽ ഈ ആലുവ ക്ഷേത്രത്തിന് മുന്നിലുണ്ട്. ആ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളിലെല്ലാം താങ്കൾക്കറിയാം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ ക്ഷേത്രത്തിന്റെ ഈ ഇത്രയും വർഷത്തെ അനുഭവം വെച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ ഞാൻ വരുന്ന കാലം മുതൽ ഒരു 15 വർഷത്തിനപ്പുറം വരെ വളരെ ശുദ്ധിയും പരിപാവനം പരിവൃതമാണ്. അന്ന് ഇതുപോലെ യാതൊരു അന്ന് ഭക്തന്മാർ മാത്രമേ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇത് കുറേശ്ശെ അലമ്പാവുകയും അതിനുശേഷം ഈ പാലം വന്നതിന് ശേഷം ഇതാകെ ഇപ്പം ഏതാണ്ട് ഈ പാലം വന്നിട്ട് 9 വർഷം. പാലം എന്ന് പറഞ്ഞാൽ ഈ നടപ്പാലം, ഈ കാണുന്ന നടപ്പാലം വന്നതോടുകൂടി ഇതിൻ്റെ എല്ലാ പതിവൃതമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും നന്മയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതേ രീതിയിലുള്ള ആഭാസത്തരങ്ങൾ അവിടെ നടക്കുന്നത്. കള്ളുകുടിയന്മാരും കഞ്ചാവും ഡെയിലി പോലീസ് രാത്രി വന്ന് പകലും എല്ലാം വന്ന് 3-4 പേരൊക്കെ അറസ്റ്റ് കൊണ്ടുപോകുന്ന അനുഭവം ഇവിടെ കാണണേ. ഇന്നലെ രാത്രി തന്നെ 10-12 പേര്, ഇനിങ്ങാന്ന് 2 പേര്, അവര് മാലമോഷ്ടാക്കള്. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.